പോരാട്ടം എന്ന വാക്ക് ആലപ്പുഴക്കാർക്ക് പുതിയതൊന്നുമല്ല. എന്നാൽ ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ നടക്കുന്നത് അക്ഷരാർത്ഥത്തിൽ കടുത്ത രാഷ്ട്രീയ പോരാട്ടമാണ്. മണ്ഡലത്തിലെ ശക്തന്മാരായ KC വേണുഗോപാലും AM ആരിഫും വീണ്ടും ജനവിധി തേടാനെത്തുന്നതോടെ ആലപ്പുഴയിലെ പോരാട്ടച്ചൂടും ആവേശവും ഇരട്ടിയാവുകയാണ്. NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രൻ പ്രചാരണ പരിപാടികളുമായി മണ്ഡലത്തിൽ സജീവമാണെങ്കിലും അതൊന്നും ഒരു പ്രശ്നമേ അല്ലെന്നാണ് കോൺഗ്രസ് LDF കേന്ദ്രങ്ങൾ പറയുന്നത്. കോൺഗ്രസിലെ ഗ്രൂപ്പ് കളികൾക്ക് കൃത്യമായ വേരോട്ടമുള്ള ആലപ്പുഴയിൽ ഗ്രൂപ്പുകൾക്ക് അതീതമായി പ്രവർത്തകർ ആഗ്രഹിച്ച പേരാണ് KC വേണുഗോപാലിൻ്റെത്. കഴിഞ്ഞ തവണ KC മത്സരിച്ചിരുന്നുവെങ്കിൽ ആലപ്പുഴയിൽ UDF തോൽക്കുമായിരുന്നില്ല എന്ന് വിശ്വസിക്കുന്ന നേതാക്കളും പ്രവർത്തകരും ഏറെയാണ്. അതുകൊണ്ട് തന്നെ നഷ്ടപ്പെട്ട മണ്ഡലം എങ്ങനെയും തിരികെ പിടിക്കാൻ KC വേണമെന്ന ആഗ്രഹം തിരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുൻപ് പ്രവർത്തകർ ഉന്നയിച്ചിരുന്നു. 1996 മുതൽ 2009 വരെ ആലപ്പുഴ MLA-യും 2009-ലും 2014-ലും ലോക്സഭാ അംഗവുമായിരുന്ന KCയുടെ യഥാർത്ഥ രാഷ്ട്രീയ തട്ടകം ആലപ്പുഴ തന്നെയായിരുന്നു. 2019-ലെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും എത്തുമ്പോൾ ആലപ്പുഴയുടെ മനസ്സിനെ തനിക്കൊപ്പം നിർത്താനാണ് അണികൾക്കൊപ്പം KCയും ആഗ്രഹിക്കുന്നത്. ഇത്തവണ എന്ത് വില കൊടുത്തും ആലപ്പുഴ തിരിച്ചു പിടിക്കണമെന്ന ലക്ഷ്യമാണ് UDF-ന്. KCക്കുള്ള ജനപിന്തുണ തന്നെയാണ് പാർട്ടിയുടെ ഈ ആത്മവിശ്വാസത്തിന് കാരണവും. LDF-നായി കളത്തിലിറങ്ങിയ സിറ്റിംഗ് MP AM ആരിഫിന് മണ്ഡലം വിട്ടുകൊടുക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല. കഴിഞ്ഞ തവണ LDF ടിക്കറ്റിൽ കേരളത്തിൽ നിന്ന് വിജയിച്ച ഏക വ്യക്തിയായതുകൊണ്ട് തന്നെ ആരിഫ് അല്ലാതെ മറ്റൊരു പേരും പാർട്ടിയുടെ പരിഗണനയിൽ ഇല്ലായിരുന്നു. 2019-ലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ LDF-ന് ആശ്വാസമായത് ആലപ്പുഴയിലെ വിജയമായിരുന്നു. 20-ൽ 19 മണ്ഡലങ്ങളും UDF തൂത്തുവാരിയപ്പോൾ AM ആരിഫിലൂടെയാണ് ആലപ്പുഴ നിലനിർത്താനായത്. ആലപ്പുഴയിൽ കടുത്ത ഗ്രൂപ്പ് തർക്കവും തമ്മിൽ തല്ലും തുടരുന്ന BJP-യുടെ അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയാണ് ശോഭാ സുരേന്ദ്രൻ. ജാതി വോട്ടുകൾ ലക്ഷ്യമിട്ടാണ് ശോഭയെ BJP അവതരിപ്പിക്കുന്നത് എന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. മത്സരിച്ച തിരഞ്ഞെടുപ്പുകളിലെല്ലാം പാർട്ടിയുടെ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു എന്ന ആത്മവിശ്വാസത്തോടെയാണ് ശോഭ ആലപ്പുഴയിലെത്തുന്നത്. ആലപ്പുഴ മണ്ഡലത്തിലെ തിരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ടൊക്കെ തെളിയുമ്പോൾ CPM-ന്റെ സംഘടനാ ശേഷിയെ KCയുടെ വ്യക്തിപ്രഭാവം കൊണ്ട് മറികടക്കാനാകും എന്നാണ് UDF-ന്റെ പ്രതീക്ഷ. അത് ശരിവെക്കുന്നത് തന്നെയാണ് പുറത്തുവരുന്ന സർവേ ഫലങ്ങളും. LDF-നെ മണ്ഡലം കൈവിടുമെന്നും UDF-ന് വേണ്ടി KC വേണുഗോപാൽ വൻ വിജയം നേടുമെന്നുമാണ് സർവേ പ്രവചനങ്ങൾ. KC വേണുഗോപാലിന്റെ സ്ഥാനാർത്ഥിത്വമാണ് ആലപ്പുഴയിൽ LDF-ന്റെ ചിത്രം മാറ്റിയതെന്നാണ് സർവേ സൂചിപ്പിക്കുന്നത്. KCക്കൊപ്പം ശോഭ കൂടി എത്തിയതാണ് LDF-ന്റെ വോട്ട് വിഹിതം കുറയാൻ കാരണമാകുന്നത് എന്നും സർവേ പറയുന്നു. KC വേണുഗോപാൽ 1-ാം സ്ഥാനത്തും AM ആരിഫ് 2-ാം സ്ഥാനത്തും ശോഭാ സുരേന്ദ്രൻ 3-ാം സ്ഥാനത്തേക്കും പിന്തള്ളപ്പെടും എന്നുമാണ് സർവേ പ്രവചനങ്ങൾ പറയുന്നത്. UDF-ന് അനുകൂലമായി സർവേകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ ആലപ്പുഴയിലെ പ്രചരണത്തിന് ട്രാക്ക് മാറ്റിപ്പിടിക്കുകയാണ് LDF-ഉം BJP-യും.